ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ഉണ്ടാക്കിയ ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ ഇട്ടൊരു ചാറുകറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാണ്ട് സാധിക്കും, വളരെ എളുപ്പവുമാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉണക്കച്ചെമ്മീൻ ഒരു 50 ഗ്രാമോളം ഉണക്കച്ചെമ്മീൻ വേണം. അതുകൂടാതെ ചക്കക്കുരു, അതൊരു 10-15 ചക്കക്കുരു എടുക്കാം. അതുപോലെ മുരിങ്ങാക്കോല് ഒരു 3 മുരിങ്ങാക്കോല എടുത്തിരിക്കുന്നത്. പിന്നെ മാങ്ങ ഒരു 3 എടുത്തിട്ടുണ്ട്. പുളി കുറവായാണ് 3 എടുത്തത്. പുളി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുക്കാൻ വെക്കുമ്പോഴേക്കും നമ്മൾ അത് വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോകരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും. ഒരുവിധം കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ട് മറ്റൊരു നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ചെമ്മീനെല്ലാം മാറ്റുക. ഇങ്ങനെ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണമെന്ന് തന്നെ അഴുക്കുകൾ നിലമുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടിക്കോളും. ഇനി ഉണക്കച്ചെമ്മീനും അതുപോലെ ചെറിയുള്ളിയും വെച്ചുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു വെക്കുക, ഇഷ്ടപ്പെടും തീർച്ചയായും. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ആ ചെമ്മീൻ്റെ നിരപ്പിന് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കുന്നുണ്ട്. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു തിള വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ചേരുവയായ 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം 2ആയിട്ട് മുറിച്ചതാണ്. അതോടൊപ്പം തന്നെ 4 പച്ചമുളക് നീളത്തിൽ കീറിയതും 2 തണ്ട് വേപ്പില, ഇതും കൂടി നമുക്ക് നമ്മുടെ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയും അടപ്പ് വെച്ച് അടച്ച് ഒരു വേവ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചേരുവയായ മുരിങ്ങാക്കോല് ഇറക്കാം. മുരിങ്ങാക്കോല് ഒരു വിരലിൻ്റെ വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ തിള വരുമ്പോഴും അടുത്തടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുക. ആദ്യം തന്നെ നമ്മളിപ്പോൾ ചേർത്ത് ഉണക്കച്ചെമ്മീന് ശേഷം ചക്കക്കുരു, അതിനുശേഷം മുരിങ്ങാക്കോല്. ഏറ്റവും കൂടുതൽ വേവുള്ളത് ആദ്യം ചേർക്കുക. ആ ഒരു ഇതിൽ നമ്മൾ ചേർത്താൽ മതി. പിന്നീട് അടുപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ വെക്കുക കേട്ടോ. നമുക്ക് ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കണം. തേങ്ങ പകുതിയായിട്ട് എടുക്കുക. മിക്സിയിൽ ചെറിയ ചേർത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അടുപ്പ് മാറ്റി ഇനി അതിലേക്ക് നമ്മുടെ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അധികം നേരം വേവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ തിള വരുമ്പോഴും ഓരോ ഗ്ലാസ് വെള്ളം ചേർക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ മാങ്ങ ചേർത്ത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. ഒപ്പം തന്നെ നമ്മുടെ തേങ്ങാരപ്പും കൂടി ചേർത്തു. അപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ ചാറ് എന്തോരം വേണമെന്നനുസരിച്ച് ഒരല്പം കൂടി വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഒരു കാരണവശാലും മുരിങ്ങാക്കോലൊക്കെ ഉടയണ തരത്തിൽ ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അത് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 10-15 ഉലുവ അധികമായിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. ഉലുവ ഒരുവിധം പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ കടുക് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് 4-5 ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, അതുപോലെ തന്നെ വേപ്പില. ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ചെറിയുള്ളി ഇറക്കാം. ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി. അതിനുശേഷം വേപ്പില, 2 തണ്ട് വേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരു മൊരിയുമ്പോഴേക്കും തന്നെ തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് ആ ചട്ടി മാറ്റണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇടിക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്കിനി കറിയിലേക്ക് ഈ ഒരു ഉള്ളിയും വറ്റലൊക്കെ താളിച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളിയും അതുപോലെ വേപ്പിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. നന്നായി ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡിയായി.
എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരുപാട് റെസിപ്പികളുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.